ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സുബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ചെമ്മീൻ അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമായ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാനുള്ള മസാല, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അച്ചാർ പൊടി 3 ടീസ്പൂൺ, വെളുത്തുള്ളി ആവശ്യത്തിന്, പച്ചമുളക് 5-6 എണ്ണം കട്ട് ചെയ്ത് വെച്ചത്, ഇഞ്ചി 3 ചെറിയ കഷ്ണം കട്ട് ചെയ്ത് വെച്ചത്, കറിവേപ്പില, കടുക്, ഉലുവ, വലിയ ജീരകം, ചെറിയ ജീരകം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് എള്ളെണ്ണ, ഒക്കെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കൊരു പാത്രത്തിൽ വിനാഗിരി ഒഴിച്ച് അത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. വിനാഗിരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കടുക്, ഉലുവ, വലിയ ജീരകം, ചെറിയ ജീരകം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. മീനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കടായി തന്നെയാണ് മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് ഇതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഗരം മസാല, മല്ലിപ്പൊടി, അച്ചാർ പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ പൊടിച്ചു വെച്ച ഉലുവ, കടുക്, ചെറിയ ജീരകം, വലിയ ജീരകം അതിൻ്റെ അകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. വീഡിയോ നിങ്ങൾ കണ്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കേ, ബൈ. അസ്സലാമു അലൈക്കും.